أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بجماله وكماله باب ما جاء في نعل رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അശ്ശമാഇൽ മുഹമ്മദിയയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ചാണ്, അവിടുത്തെ ചെരുപ്പുകളെക്കുറിച്ച്. ഇവിടെ നമുക്ക് വൈകാരികമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ആഷിഖിന്, ഒരു മുഹിബിന്, മഹബൂബിന്റെ വസ്തുക്കളെക്കുറിച്ചും ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴുള്ള സ്നേഹവികാരങ്ങൾ നമ്മുടെ ഈ പരമ്പര ഒരു ഗ്രന്ഥത്തിന്റെ പാരായണവും അതിന്റെ പ്രത്യക്ഷ ആശയത്തിലൂടെയുള്ള സഞ്ചാരവുമായതുകൊണ്ട് വിശാലമായ വ്യാഖ്യാന തലങ്ങളിലേക്കോ ആസ്വാദനപരമായ വായനയിലേക്കോ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഒരു കിതാബിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്ത് പകർന്ന് നമുക്ക് പങ്കുവെക്കണം എന്നൊരാഗ്രഹത്തിലുള്ള ഒരു വിജ്ഞാന സഞ്ചാരമാണ്. അതുകൊണ്ട് അനുവാചകരായ മുഹിബ്ബുകൾ ഇതിന്റെ പരിസരങ്ങളിൽ നമുക്ക് ആസ്വദിച്ച് അനുഭവിക്കേണ്ട സംഭവങ്ങളും പരാമർശങ്ങളും വർണ്ണനകളും ഈ ക്ലാസ്സിൽ കടന്നു വരാത്തതിന്റെ പരിമിതി ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്നേഹപ്രപഞ്ചം പരമ്പരയിലും മറ്റു പ്രഭാഷണ പരമ്പരകളിലും ഒക്കെ അത്തരം മേഖലകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനങ്ങളും ആഖ്യാനങ്ങളും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. അപ്പോ ബാബു മാ ജാഅ ഫീ നഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ച്. حدثنا محمد بن بشار أخبرنا أبو داود أخبرنا همام عن قتادة قال قلت لأنس بن مالك رضي الله عنه وعنهم كيف كان نعل رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് പിൽക്കാല മുഹിബ്ബുകൾക്ക് മുത്തുനബി തങ്ങളെ കുറിച്ച് എന്തെല്ലാം അറിയേണ്ടിയിരുന്നു എന്ന്. ലോകത്താരെക്കുറിച്ചെല്ലാം പഠനങ്ങളും ആത്മകഥകളും ചരിത്രകഥകളും ഒക്കെ കടന്നുപോയി. അവിടെയൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരുന്നില്ല. ഏതായാലും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമായിരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദുകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഖാല ലഹുമാ ഖിബാലാനി, അതിന് രണ്ട് വാറുകൾ ഉണ്ടായിരുന്നു. ആ വാറുകളുള്ള ചെരുപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത്. حدثنا أبو قريب محمد بن العلاء أخبرنا وكيع عن سفيان عن خالد الحذاء عن عبد الله بن الحارث عن ابن عباس رضي الله عنه وعنهم قال كان لنعل رسول الله صلى الله عليه وسلم قبالان مثنى شراكهما, മുൻഭാഗത്ത് നിന്ന് രണ്ടായി പിളർന്ന രണ്ട് വാറുകളോടുകൂടിയുള്ള ചെരുപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ധരിച്ചിരുന്നത്. حدثنا أحمد بن منيع ويعقوب بن إبراهيم أخبرنا أبو أحمد الزبيري أخبرنا عيسى بن طهمان قال أخرج إلينا أنس بن مالك
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഞങ്ങളിലേക്ക് എടുത്തു കാണിച്ചു തന്നു. നഅലൈനി ജർദാവൈനി ലഹുമാ ഖിബാലാനി, രണ്ട് വാറുകളുള്ള രോമങ്ങൾ നീക്കിയ തോലുകൊണ്ടുണ്ടാക്കിയ രണ്ട് ചെരുപ്പുകൾ എടുത്ത് കാണിച്ചു തന്നു. കാല, ബഹുമാനപ്പെട്ട ഈസ ബിൻ തുഹ്മാൻ എന്നവർ പറയാണ്, ഫഹദ്ദസനി സാബിത്തുൻ, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, ഫഹദ്ദസനി സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്നു, ബഅദു ശേഷം, അൻ അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ, അന്നഹുമാ കാനത്താ നഅലൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകങ്ങളാണ്, ചെരുപ്പുകളാണ് എന്ന്. അപ്പൊ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തിരുചര്യകൾ പഠിക്കുകയും പകരുകയും പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ലോകത്തിന് വിജ്ഞാനത്തിന്റെ ഒരുപാട് ലോകത്തെ കാണിച്ചു കൊടുത്ത മഹാനവറുകൾ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ചെരുപ്പുകൾ, പാദുകങ്ങൾ എടുത്തു വെച്ചിരുന്നത്? അങ്ങനെ സ്നേഹപൂർവ്വം തിരുശേഷിപ്പുകൾ എടുത്തു വെക്കാൻ അനുമതിയുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിലൊന്നും അത്യുക്തി കാണുകയോ അതിര് കടന്ന ഒരു അനുരാഗത്തെയോ മതത്തെ ആസ്വാദനം കൊണ്ട് മറികടന്നതായിട്ടോ ഒന്നും പറയാനില്ല. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയും പ്രമേയത്തെയും മുഴുവൻ അടുത്തറിയുന്ന സ്വഹാബിയാണല്ലോ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതെടുത്ത് കരുതി വെച്ചിരുന്നു. മാഷാ അല്ലാഹ്. അത് പിൽക്കാലക്കാർക്ക് കാണിച്ചു കൊടുത്തു, ശിഷ്യന്മാർക്ക് അഭിമാനത്തോടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകങ്ങളാണ് എന്ന് അതവർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് സ്വഹാബത്ത് പുലർത്തിയ ബന്ധം. حدثنا إسحاق بن موسى الأنصاري أخبرنا معن حدثنا مالك بن أنس عن سعيد بن أبي سعيد المقبري عن عبيد بن جريج رضي الله عنه وعنهم أنه قال لابن عمر, ابن عمر رضي الله عنه نود برنو, رأيتك تلبس النعال السبتية, നിങ്ങൾ ശുദ്ധീകരിച്ച തോലുപയോഗിച്ചുള്ള ചെരുപ്പ് ധരിക്കുന്നത് കണ്ടല്ലോ. എന്താ ഇപ്പൊ നിങ്ങൾ ധരിച്ചത്? ഖാല ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, യൽബസു നിആല അല്ലതി ലൈസ ഫീഹാ ശഅറുൻ, രോമങ്ങൾ നീക്കിയ തോല് കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. വയതവല്ലഉ ഫീഹാ, അതിൽ വുളൂ ചെയ്യുന്നതും. ഫഅന ഉഹിബ്ബു അൻ അൽബസഹ, ഞാനത് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനത് കണ്ടിട്ടുണ്ട്, അത് ഞാൻ പകർത്തിയതാണ്, അല്ലാതെ എന്റേതായി ഉള്ള ഒരു പരിഷ്കാരമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് ധരിച്ചതും ചെരുപ്പുമെല്ലാം സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മുത്തബിഉ സുന്നയാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനാണല്ലോ. അവരൊക്കെ തന്നെയാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അരമനകളും ഒക്കെ നമുക്ക് പറഞ്ഞു തരേണ്ടത്. حدثنا إسحاق بن منصور أخبرنا عبد الرزاق عن معمر عن ابن أبي ذئب عن صالح مولى توأمة عن أبي هريرة رضي الله عنه وعنه. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആധികാരികമായി പറയേണ്ട മറ്റൊരാൾ, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. قال كان لنعل رسول الله صلى الله عليه وسلم قبالان, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദുകങ്ങൾക്ക് അവിടുത്തെ ചെരുപ്പിന് രണ്ട് വാറുകൾ ഉണ്ടായിരുന്നു. حدثنا أحمد بن منيع حدثنا أبو أحمد أخبرنا سفيان عن السدي قال حدثني من سمع عمرو بن حريث يقول رأيت رسول الله صلى الله عليه وسلم,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. യുസല്ലി ഫീ നഅലൈനി മഖ്സൂഫത്തൈനി, കഷ്ണം വെച്ച് തുന്നിയ 2 ചെരുപ്പുകളുടെ മേൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത്. ചെരുപ്പിൽ അശുദ്ധി ഉണ്ടെങ്കിൽ പറ്റില്ല, ശുദ്ധി ഉണ്ടെങ്കിൽ ചെരുപ്പിന്മേൽ നിന്ന് നിസ്കരിച്ചിട്ട് കുഴപ്പമില്ല. പള്ളിയിൽ ചെരുപ്പിട്ട് പോകാന്നല്ല, സന്ദർഭത്തിൽ പുറത്ത് നിസ്കരിക്കേണ്ടി വന്നു, ചെരുപ്പ് ധരിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിൽ നജസ് ഉണ്ടാവരുത്. സംഭവങ്ങളേറെയുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ധരിക്കുന്നത് ഞാൻ കണ്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ച് മാത്രം രചിക്കപ്പെട്ട രചനകൾ ലോകത്ത് എത്രയുണ്ട്. അതിന്റെ മാതൃകകൾ വരച്ചുകൊണ്ട് സന്തോഷം സ്വീകരിച്ച എത്ര മുഹിബ്ബുകളുടെ കഥ പറയാനുണ്ട്. ഒരു പരമ്പര പറയാൻ മാത്രം വിശാലമാണ്. وَنَعْلُهُ الْكَرِيمَةُ الْمَصُونَعَةُ بَالِمَنْ مَسَّ بِهَا جَبِينًا. അവിടുത്തെ തിരുപാദുകങ്ങളിൽ കവിൾ മുത്തം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയവർ എത്ര സൗഭാഗ്യവാന്മാർ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലമ്മാ റഅയ്തു മിസാല നഅലിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തിന്റെ മാതൃക ഞാൻ കണ്ടപ്പോൾ അതിന് ഞാൻ ചുംബനം കൊടുത്തു. സഈദ ബിൻ മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി വഅന സഈദു ബിഖിദ്മത്തി ലിമിസാലിഹാ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്, സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകമെടുത്ത് സേവനം ചെയ്യാൻ, ചെരുപ്പെടുത്തു കൊടുക്കാൻ ഭാഗ്യമുണ്ടായി. നമുക്കത് കിട്ടിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അവിടുത്തെ ചെരുപ്പൊന്ന് എടുക്കാൻ പോലും, കാണാനോ അവിടുത്തെ കാലത്ത് താമസിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അവിടുത്തെ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് കാലിൽ തിരുപാദങ്ങളിൽ അണിഞ്ഞിരുന്ന ചെരുപ്പൊന്ന് കിട്ടാനോ അത് മുത്താനോ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ പാദുകത്തിന്റെ മാതൃകയ്ക്ക് സേവനം ചെയ്തുകൊണ്ട് സന്തോഷിക്കുകയാണ്. നമുക്ക് അവരെ പോലും കാണാൻ കഴിഞ്ഞില്ല. യൂസുഫ് നബ്ഹാനി തങ്ങളെ പോലെയുള്ള ആശിഖീങ്ങളെ പോലെ. നമ്മളിങ്ങ് കുറെ ദൂരത്തുള്ള ഖിയാമത്ത് നാളിനോട് ചേർന്ന് മൂല്യങ്ങൾ കുറഞ്ഞ കാലത്ത് ജീവിക്കുന്ന മൂല്യങ്ങൾ കുറഞ്ഞവരായിപ്പോയി. അള്ളാഹു ഔദാര്യം കൊണ്ട് നമ്മളെയും മഹബത്തിന്റെ ലോകത്ത് ചേർത്ത് തരട്ടെ. اللهم صل وسلم وبارك عليه. حدثنا إسحاق بن موسى الأنصاري أخبرنا معن عن مالك عن أبي الزناد عن الأعرج عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, لا يمشين أحدكم في نعل واحدة, ഒരു ചെരുപ്പിൽ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ടാരും നടക്കരുത്. ഒന്നുകിൽ 2 കാലിലും ധരിക്കുക, അല്ലെങ്കിൽ 2 കാലിലും ഒഴിച്ച് ഹാഫിയായി നടക്കുക. അല്ലാതെ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ച് നടക്കരുത്. حدثنا قتيبة عن مالك بن أنس أن أبي الزناد نحوه. حدثنا إسحاق بن موسى أخبرنا معن أخبرنا مالك عن أبي الزبير عن جابر أن النبي صلى الله عليه وسلم نهى أن يأكل بشماله أو يمشي في نعل واحدة. ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നതിനെയും ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ച് നടക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. حدثنا قتيبة عن مالك أخبرنا إسحاق بن موسى أخبرنا معن أخبرنا مالك عن أبي الزناد عن الأعرج
عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إذا انتعل أحدكم فليبدأ باليمين. നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിലേത് ആദ്യം ധരിക്കുക. വഇദാ നസഅ ഫലയബ്ദഅ ബിശ്ശിമാൽ. ചെരുപ്പഴിക്കാൻ നേരം ഇടതുകാലിലേത് ആദ്യം അഴിക്കുക. ഫൽതകുനിൽ യുംന അവ്വലഹുമാ തുൻഅൽ വആഖിറഹുമാ തുൻസഅ. വലതുകാൽ ആദ്യം ചെരുപ്പ് ധരിക്കുന്നതും അവസാനം ചെരുപ്പഴിക്കുന്നതുമായ കാലാവട്ടെ എന്ന് പഠിപ്പിച്ചു. നമുക്ക് ചെലവില്ലാതെ കിട്ടുന്ന ഒരു സുന്നത്താണ്, ആ ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ. حدثنا أبو موسى محمد بن المثنى أخبرنا محمد بن جعفر أخبرنا شعبة أخبرنا أشعث وهو بن أبي الشعثاء النبي عن مسروق عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يحب التيمم ما استطاع في ترجله وتنعله وطهوره. കഴിയുന്നത്ര വലതിനെ മുന്തിച്ചിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി വാരുമ്പോഴും ശുദ്ധീകരിക്കുമ്പോഴുമെല്ലാം വലതിനെ മുന്തിച്ചിരുന്നു, വുളൂ ചെയ്യുമ്പോഴും ഒക്കെ. ഈ ഹദീസ് നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. حدثنا محمد بن مرزوق حدثنا عبد الرحمن بن قيس حدثنا هشام بن محمد عن أبي هريرة رضي الله عنه وعنه قال لنعل رسول الله صلى الله عليه وسلم قبالان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദുകങ്ങൾക്ക് രണ്ട് വാറുകൾ ഉണ്ടായിരുന്നു. അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ചെരുപ്പുകൾക്കും. അവ്വലു മൻ അഖദ അഖദൻ വാഹിദൻ ഉസ്മാനു റളിയല്ലാഹു അൻഹു. ഒറ്റക്കെട്ടുള്ള ചെരുപ്പ് ധരിച്ചത് ആദ്യമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതായത് നമ്മുടെ നാട്ടില് മൗവടിയൊക്കെ ഉണ്ടല്ലോ, മേലെ പാദത്തിന്റെ മേലെ കൂടെ ഒരു വള്ളി മാത്രം കവർ ചെയ്ത് തള്ളവരലിടാൻ ഒരു കുറ്റിയും ആ വിധത്തിലാകാം. ഏതായാലും ഒരു വള്ളിയുള്ള ഒറ്റക്കെട്ടുള്ള ചെരുപ്പ് ആദ്യമായി ധരിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവ എവിടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസാലുന അലൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുമ്പോൾ മുഹിബ്ബുകൾക്ക് വരുന്നൊരു വികാരം. കഴിഞ്ഞുപോയ വലിയ വലിയ ചക്രവർത്തിമാരുടെ കിരീടങ്ങൾക്ക് ഇത്തരം ചർച്ചയോ പരിഗണനയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുപാദുകത്തിന്റെ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജാവിന്റെയും കിരീടം ഇല്ല. ഈ പാദുകത്തിന്റെ രൂപകം ബറക്കത്തിനു വേണ്ടി ശിരസ്സേറ്റി നടക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന, ജീവിതത്തിന്റെ ഭാഗമായി പരിപാലിക്കുന്ന ലക്ഷക്കണക്കിന് മുഹിബ്ബുകൾ ഇന്നും മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഹിബ്ബീന സ്സാദിഖീൻ. ബാബു മാ ജാഅ ഫീ ദിക്രി ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തെക്കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ അധ്യായം. حدثنا قتيبة بن سعيد وغير واحد عن عبد الله بن وهب عن يونس عن ابن شهاب عن أنس رضي الله عنه وعنه قال كان خاتم النبي صلى الله عليه وسلم من ورق. അവിടുത്തെ മോതിരം വെള്ളി കൊണ്ടായിരുന്നു. വകാന ഫസ്സുഹു ഹബശിയൻ. എത്യോപ്യൻ നിർമ്മിതമായ കല്ലാണ് അതിനുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തിന്റെ കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം പറയുമ്പോഴും മോതിരം പറയുമ്പോഴും ഒക്കെയുള്ള പരാമർശങ്ങളിൽ പല ദേശങ്ങളും ആ ദേശത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അത് വേറിട്ടൊരു പഠനമാണത്. ഓരോ നാട്ടിൽ നിന്ന് വന്നത്. ജുബ്ബത്തുൻ റൂമിയ, ഖത്തരിയ, അതുപോലെ ഇപ്പോൾ ഫസ്ഹു ഹബശിയ, എത്യോപ്യൻ നിർമ്മിതമായ കല്ല്. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ നേതാവിന്റെ ദർബാറിൽ അന്ന് വന്ന സാധനങ്ങൾ ഇത്രയൊന്നും ട്രാൻസ്പോർട്ടിങ്ങോ ബിസിനസ് സമ്പ്രദായങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന ഒരു ആഗോള ബന്ധം
അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ ഹദീസുകളും അവിടുത്തെ ജീവിതത്തെയും വായിക്കാനുണ്ട്. حدثنا قتيبة أخبرنا أبو عوانة عن أبي بشر عن نافع عن ابن عمر رضي الله عنه وعنهم أن النبي صلى الله عليه وسلم اتخذ خاتما من فضة فكان يختم به ولا يلبسه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളി കൊണ്ടുള്ളൊരു മോതിരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുദ്ര വെക്കും, ധരിക്കുമായിരുന്നില്ല. അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു മോതിരം ഉണ്ടായിരുന്നു. ഖാല അബൂ ഈസ തിർമിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ബിശ്ർ എന്ന് നേരത്തെ നിവേദനത്തിൽ പറഞ്ഞ ആളുടെ പേര് ജഅഫർ ബിൻ അബി വഹ്ശി എന്നാണ്. حدثنا محمود بن غيلان أخبرنا حفص بن عمر بن عبيد هو الطنافسي أخبرنا زهير أبو خيثمة عن حميد عن أنس رضي الله عنه وعنه قال كان خاتم رسول الله صلى الله عليه وسلم من فضة فصه منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളിയാലുള്ളൊരു മോതിരം, അതിന്റെ കല്ലിന്റെ ഭാഗവും വെള്ളി കൊണ്ട് തന്നെ ഉള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു. വ്യത്യസ്ത മോതിരങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലോ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ അണിയുന്നതോ മുദ്ര വെക്കാൻ വേണ്ടി പ്രത്യേകം വെച്ചിരുന്നതോ ഒക്കെ ഉണ്ടാകാം. വായനകളിൽ നിന്ന് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. حدثنا إسحاق بن منصور أخبرنا معاذ بن هشام حدثني أبي عن قتادة عن أنس بن مالك رضي الله عنه وعنه قال لما أراد رسول الله صلى الله عليه وسلم أن يكتب إلى العجم അനറബികളായ ഭരണാധികാരികൾക്ക് കത്തെഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ ഖീല ലഹു അവിടുത്തോട് പറഞ്ഞു, ഇന്നൽ അജമ ലാ യഖ്ബലൂന ഇല്ലാ കിതാബൻ അലൈഹി ഖാത്തമുൻ. അനറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഔദ്യോഗിക ലെറ്ററുകൾ സ്വീകരിക്കുകയില്ല, സീലില്ലെങ്കിൽ സ്വീകരിക്കുകയില്ല, മുദ്ര വെക്കാത്ത ലെറ്ററുകൾ അവർ അംഗീകരിക്കുകയില്ല. ഫത്തന ഖാത്തമൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി ഒരു മോതിരം നിർമ്മിച്ചു. ഫകഅന്നി അൻദുറു ഇലാ ബയാദി കഫ്ഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അണിഞ്ഞപ്പോൾ അതിന്റെ കൈവെള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവെള്ളയുടെ ഭാഗത്തെ അതിന്റെ ശോഭ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അണിഞ്ഞപ്പോൾ അവിടുത്തെ കൈയുടെ സൗന്ദര്യം അതിങ്ങനെ ഞാൻ നോക്കിയിരിക്കണ പോലെ ഉണ്ട്, ഓർമ്മയിലുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൂടെ തന്നെ കഴിഞ്ഞ ആളാണല്ലോ. അതുപോലെ എത്ര മധുരതരമായ ഓർമ്മകൾക്ക് സാക്ഷിയായ സൗഭാഗ്യവാൻ. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. حدثنا محمد بن يحيى أخبرنا محمد بن عبد الله الأنصاري حدثني أبي عن ثمامة عن أنس بن مالك رضي الله عنه وعنه قال كان نقش خاتم رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്നത് മുഹമ്മദുൻ സത്റുൻ, ഒരു വരിയിൽ മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, വറസൂലുൻ സത്റുൻ, മറ്റൊരു വരിയിൽ റസൂൽ എന്ന്, വല്ലാഹു സത്റുൻ, അടുത്ത ഒരു വരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്ന്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് 3 വരിയായി എഴുതിയിരുന്നു. അവ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരവും മുദ്രയുമായിരുന്നു. حدثنا نصر بن علي الجهضمي أبو عمرو أخبرنا نوح بن قيس عن خالد بن قيس عن قتادة عن أنس رضي الله عنه أن النبي صلى الله عليه وسلم كتب إلى كسرى രാജാവിലേക്ക് അവിടുന്ന് കത്തെഴുതി, വഖൈസറ, കൈസറിനും, വന്നജാഷി, നേഗസ് ചക്രവർത്തിക്കും നജാഷിക്കും. ഫഖീല ലഹു, അവിടുന്ന് സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി.
ഇന്നഹും ലാ യഖ്ബലൂന കിതാബൻ ഇല്ലാ ബിഖാതമിൻ. അപ്പോൾ പറഞ്ഞു, മുദ്രയില്ലാത്ത കത്ത് അവർ സ്വീകരിക്കുകയില്ല. ഫസ്വാഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ ഹൽഖതുഹു ഫില്ലത്തുൻ വനഖശ ഫീഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാൽ ഒരു മോതിരം നിർമ്മിച്ചു. അതിന്റെ വട്ടക്കണ്ണി വെള്ളി കൊണ്ടാണ്. അതിൽ കൊത്തിവെച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൊത്തിവെച്ചു. യഅല ബിൻ ഉമയ്യ എന്നവരായിരുന്നു ആ മോതിരം ഉണ്ടാക്കിയത്. അന്ന് മോതിരം ഉണ്ടാക്കി കൊടുത്താണ്. حدثنا إسحاق بن منصور أخبرنا سعيد بن عامر والحجاج بن منهال عن همام عن ابن جريج عن الزهري عن أنس بن مالك رضي الله عنه أنه صلى الله عليه وسلم كان إذا دخل الخلاء نزع خاتمه. അവിടുന്ന് വാഷ്റൂമിൽ പോകുമ്പോൾ അവിടുത്തെ ഖാത്തം ഊരിവെക്കുമായിരുന്നു, പ്രാഥമികാവശ്യ നിർവഹണത്തിന് പോകുമ്പോൾ. حدثنا إسحاق بن منصور أخبرنا عبد الله بن نمير أخبرنا حدثنا إسحاق بن منصور أخبرنا عبد الله بن نمير أخبرنا عبيد الله بن عمر النافع عن ابن عمر رضي الله عنهم قال اتخذ رسول الله صلى الله عليه وسلم خاتما من ورق. വെള്ളിയാരുടെ മോതിരം നിർമ്മിച്ചു. വകാന ഫീ യദിഹി, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. സുമ്മ കാന ഫീ യദി അബീ ബക്കറിൻ, പിന്നീട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൈവശം ഉണ്ടായി. വഉമറ റളിയല്ലാഹു അൻഹുമാ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയുടെ കയ്യിലുണ്ടായി. സുമ്മ കാന ഫീ യദി ഉസ്മാന റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൈവശം ഉണ്ടായി. ഹത്താ വഖഅ ഫീ ബിഇരി അരീസിൻ, അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശത്തിൽ ഉണ്ടായിരിക്കെ, അവകാശത്തിൽ ഉണ്ടായിരിക്കെ ബിഇർ അരീസിൽ വീണുപോയി. നഖ്ശുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിലെ മുദ്ര മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മുദ്ര അതിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗിക മുദ്ര കൈമാറി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ എത്തി. അവിടുത്തെ ഉത്തരവാദിത്വത്തിലുള്ളപ്പോൾ അത് ബിഇർ അരീസിൽ വീണുപോയി. മോതിരം സൂക്ഷിപ്പുകാരന്റെ പക്കൽ നിന്നാണ് വീണത്. ബാബു മാ ജാ ഫീ തഖത്തുമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം അണിഞ്ഞിരുന്നതിനെ കുറിച്ച് പറയുകയാണ്. حدثنا محمد بن سهل بن عسكر البغدادي وعبد الله بن عبد الرحمن قال أخبرنا يحيى بن حسان أخبرنا سليمان بن بلال عن شريك بن عبد الله بن أبي نمر عن إبراهيم بن عبد الله بن حنين عن نبيه عن علي بن أبي طالب رضي الله عنه وعنهم أن النبي صلى الله عليه وسلم كان يلبس خاتمه في يمينه. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിലാണ് അവിടുത്തെ മോതിരം അണിഞ്ഞിരുന്നത്. യൽബസുഹു കമാ റവൽ ബുഖാരി ഫീ ഖിൻസിരി യമീനി ഔ യസാരി കിലാഹുമാ ഫീ മുസ്ലിമിൻ വതുജ്മഉ ബിഅന്ന ദാ ഫീ ഹാലതൈനി യഖഉ ഔ ഖാതമൈനി കുല്ലു വാഹിദിൻ ബിയദ് കമാ ബിഫസ്ൻ ഹബശിയ്യിൻ ഖദ് വറദ്. അവ വലതു കൈയിലും ഇടതു കൈയിലും ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ സമയവും ഇടതു കൈയിലാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഹാഫിദുൽ ഇറാഖിയുടെ വരികളിൽ നിന്ന് കേട്ടത്. حدثنا محمد بن يحيى أخبرنا أحمد بن صالح أخبرنا عبد الله بن وهب عن سليمان بن بلال عن شريك بن عبد الله بن أبي نمر نحوه. حدثنا أحمد بن منيع أخبرنا يزيد بن هارون عن حماد بن سلمة قال
റഅയ്തു ബിൻ അബി റാഫിഇൻ യതഖത്തമു അൻ ഫി യമീനിഹി. അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു വലതു കൈയിൽ മോതിരം അണിയുന്നത്. ഫസഅൽതുഹു അൻ ദാലിക, ഞാൻ ചോദിച്ചു അതിനെക്കുറിച്ച്. ഫഖാല റഅയ്തു അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിൻ യതഖത്തമു ഫി യമീനിഹി. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവർ വലതു കൈയിൽ അണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഖാല അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിൻ, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നോട് പറയുകയും ചെയ്തു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖത്തമു ഫി യമീനിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ അണിഞ്ഞിരുന്നു. മാഷാ അല്ലാഹ്. ഇപ്പൊ സ്വഹാബത്തിന്റെയും താബിഈകളുടെ ഒക്കെ ജീവിതം, അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്താനുള്ളൊരു താല്പര്യം, അത് കണ്ണി ചേർത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, ഇന്ന് ഇത്തരം ഇസ്നാദുകൾ അല്ലെങ്കിൽ ആസാറുകളോട് ഉള്ള പകർപ്പുകളൊക്കെ ശരിയായ അർത്ഥത്തിലൊന്നും മനസ്സിലാക്കപ്പെടാതെ പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉസ്വത്തുൻ ഹസനയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാനുള്ള താല്പര്യങ്ങളൊക്കെ ആളുകളിൽ നിന്ന് മാറി അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചിട്ടകളെ ജീവിതത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് വലിയ മഹബ്ബത്ത് ഇങ്ങനെ വാദിക്കുകയും ചെയ്യാൻ. ഇദ്ദഅയ്തും മഹബ്ബത്ത് റസൂലില്ലാഹ്, മഹബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഇങ്ങനെ വാദിക്കാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരുചര്യകൾ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം കടന്നു വരുന്നുണ്ട്, അതൊന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തിബാഇ സുനനിഹി വആസാരിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. حدثنا يحيى بن موسى أخبرنا عبد الله بن نمير أخبرنا إبراهيم بن الفضل عن عبد الله بن محمد بن عقيل عن عبد الله بن جعفر أن النبي صلى الله عليه وسلم كان يتختم في يمينه. ولد كيل أن يمايل النموذرة. حدثنا أبو الخطاب زياد بن يحيى أخبرنا عبد الله بن ميمون عن جعفر بن محمد عن نبيه عن جابر أن النبي صلى الله عليه وسلم كان يتختم في يمينه. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ മോതിരം അണിയുമായിരുന്നു. حدثنا محمد بن حميد الرازي أخبرنا جرير عن محمد بن إسحاق عن الصلت بن عبد الله قال كان ابن عباس يتختم في يمينه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലതു കൈയിൽ മോതിരമണിയുമായിരുന്നു. വലാ യഖാലുഹു ഇല്ലാ ഖാല. മഹാനവറുകൾ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖത്തമു ഫീ യമീനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ അണിഞ്ഞിരുന്നു എന്ന്. അൽഹംദുലില്ലാഹ്. ശമായിലിലെ അശ്ശമാഇൽ മുഹമ്മദിയയിലെ 100ാമത്തെ ഹദീസാണ് നമ്മൾ ഇപ്പോൾ ഓതിയത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഏകദേശം നമ്മുടെ ഈ പരമ്പരയുടെ 4/1 ഭാഗം 415 ഹദീസുകളാണ് ഇതിലുള്ളത്. പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അനുവാചകരിൽ കഴിയുന്നവരൊക്കെ തുടർന്നുള്ള പരമ്പരകളിൽ കൂടുകയും അതിനു മുമ്പേ അത് പൂർത്തീകരിക്കാനും പറയാനും സംഘടിപ്പിക്കാനും സാധുക്കളായ നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പകർപ്പുകളും രാപ്പകലുകളും ശാരീരിക വിശേഷങ്ങളും അനുബന്ധ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം, മുഹിബ്ബീങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ നൽകണം റഹ്മാനെ. നിങ്ങളുടെ ഖൽബിൽ ആ മഹബ്ബത്തൊന്ന് നിറച്ചു തരണം റഹ്മാനെ. അവിടുത്തോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഖൽബിൽ ഓരോ ഹദീസ് വായിക്കുമ്പോഴും വർദ്ധിപ്പിച്ച് അവിടുത്തോടുള്ള വിസ്വാലിനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. حدثنا ابن أبي عمر أخبرنا سفيان عن أيوب بن موسى عن نافع عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم اتخذ خاتما من فضة وجعل فصه مما يلي كفه.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളി കൊണ്ടുള്ള മോതിരം അണിഞ്ഞു. അതിന്റെ കല്ലിന്റെ ഭാഗം എലി കഫഹു, അതിന്റെ കഫിനോട് അഥവാ കൈയുടെ വെള്ളയോട് ചേർന്ന ഭാഗത്താണ് വെച്ചത്. അതൊന്നിയിൽ ഇങ്ങനെ ഇപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന പോലെ വെള്ളയുടെ ഭാഗം. ചിലപ്പോൾ മുദ്ര വെക്കുന്ന സമയത്ത് ഇങ്ങനെയുമാകാം. ഇങ്ങനെ ഇടുമ്പോഴും വെള്ളയോട് ചേർന്ന ഭാഗമാണ്. എന്നാൽ മിമ്മാ എലി കഫഹു ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വനഖശ ഫീഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് കൊത്തിയിരുന്നു. വനഹാ അൻ യൻഖുശ അഹദുൻ അലൈഹി, മറ്റുള്ളവർ അങ്ങനെ കൊത്തിവെക്കുന്നതിനെ വിലക്കുകയും ചെയ്തു. വഹുവ അല്ലദീ സഖത മിൻ മുഅയ്ഖിബിൻ ഫീ ബിഇരി അരീസിൻ, അതാണ് മുഅയ്ഖിബ് എന്നവരിൽ നിന്ന് ബിഇർ അരീസിൽ വീണുപോയത്. ബഹുമാനപ്പെട്ടവർ ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. സഈദ് ബിൻ അബിൽ ആസ് എന്നവരുടെ മൗലയായിരുന്നു. ബദറിൽ പങ്കെടുത്തവരാണ്. എത്യോപ്യയിലേക്ക് ഹിജറ പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദ്രയാകുന്ന മോതിരം സൂക്ഷിച്ചിരുന്നവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ബൈത്തുൽ മാലിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്ന മഹാനാണ്. ഹിജറ 40 വഫാത്തായത്. ബഹുമാനപ്പെട്ടവരുടെ പക്കൽ നിന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധീനതയിൽ ഉണ്ടായിരിക്കുമ്പോൾ ബിഇർ അരീസിൽ വീണുപോയത്. حدثنا قتيبة بن سعيد أخبرنا حاتم بن إسماعيل عن جعفر بن محمد عن نبيه قال كان الحسن والحسين رضي الله عنهما وعنهم يتختمان في يسارهما, അവരുടെ കയ്യിൽ മോതിരം അണിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിഞ്ഞിരുന്നത് കണ്ടുകൊണ്ടും ആകാം, അല്ലെങ്കിൽ അപ്പോഴവർ അണിഞ്ഞിരുന്നതിനെ കണ്ട് നിവേദനം വന്നതും ആകാം. അതിന് എതിരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈയിൽ അണിഞ്ഞിരുന്നു എന്ന് വന്ന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത റിപ്പോർട്ടിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് വഹുവ ഷാദുൻ, അത് ഒറ്റപ്പെട്ട റിവായത്താണ്. അപ്പൊ മുഅളമും ഭൂരിഭാഗവും വന്നിട്ടുള്ളത് വലത് കൈയിൽ അണിഞ്ഞിരുന്നു. വൽ ജംഉ, ഈ ഹദീസുകളെ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് പറയാനുള്ളത് ബിൽ ജവാസി ബൈനഹുമാ, യസാറിലും യമീനിലും ആകാം എന്നതാണ്. حدثنا عبد الله بن عبد الرحمن أخبرنا محمد بن عيسى وهو بن الطباع حدثنا عباد بن العوام عن سعيد بن أبي عروبة عن قتادة عن أنس بن مالك رضي الله عنه وعنه أن النبي صلى الله عليه وسلم تختم في يمينه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ മോതിരം അണിഞ്ഞിരുന്നു. حدثنا محمد بن عبيد المحاربي حدثنا عبد العزيز بن أبي حازم عن موسى بن عقبة عن نافع عن ابن عمر رضي الله عنه وعنهم قال اتخذ رسول الله صلى الله عليه وسلم خاتما من ذهب, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണ്ണത്തിലുള്ളൊരു മോതിരം അണിഞ്ഞു. فكان يلبسه في يمينه, വലതു കൈയിലാണ് അത് അണിഞ്ഞിരുന്നത്. فاتخذ الناس خواتيم من ذهب, അതുകൊണ്ട് അനുയായികൾ ജനങ്ങളും സ്വർണ്ണത്താലുള്ള മോതിരം അണിഞ്ഞു. فطرحه رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വലിച്ചെറിഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള നിയമം വന്നപ്പോൾ റമ അവിടുന്ന് എറിഞ്ഞു. ലാ അൽബസ്ഹു അബദ, ഇനി ഒരിക്കലും ഞാൻ ധരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഫതറഹ അന്നാസു ഖവാതീമഹും, അപ്പോൾ സ്വഹാബത്തും അവരുടെ മോതിരങ്ങൾ, സ്വർണ്ണ മോതിരങ്ങൾ വലിച്ചെറിഞ്ഞു. അപ്പൊ പുരുഷന്മാർക്ക് അത് ഹറാമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരവും അതണിഞ്ഞിരുന്നതിനെ കുറിച്ചും പാതുകവും അതണിഞ്ഞിരുന്ന രീതിയും ഇതെല്ലാമാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ പറഞ്ഞത്. അല്ലാഹുമ്മ സിദ്നാ മഹബ്ബതഹു വഇശ്ഖഹു വജ്അൽനാ മിൻ മുഹിബ്ബിഹി വമുത്തബിഇ സുനനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഹബ് ലനാ മഹബ്ബതൻ വഇശ്ഖൻ വശൗഖൻ ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ഹബീബനാ വനബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംവാലിനാ വഔലാദിനാ ومن الماء البارد على الله يا رب العالمين. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട്
ഞങ്ങളുടെ മഹബത്ത് വർദ്ധിപ്പിച്ചതെന്ന് ബലാ മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകി ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്റെ മഹളായ ഫള് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കൊണ്ട് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സലാമത്തും രക്ഷയും നൽകണം റഹ്മാനെ. സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസല്ലം.